യശ്യാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഗം പാപ യേ പചന്ത്യാത്മകാരണാത്. നോക്കോ, പചന്ത്യാത്മകാരണാത്, അതേ വാക്കപ്പുറത്തുണ്ടോ നോക്ക്. പചത്വാത്മകാരണാത്, ഏതാദ്യം ഉണ്ടായത്? മനുസ്മൃതി. ഇതിലേക്ക് എടുത്തു വെച്ചതുപോലെയല്ലേ? നോക്കൂ, നിങ്ങള് എടുത്തു വെച്ചതുപോലെ കണ്ടില്ലേ നിങ്ങള്? അദ്ദേഹം എത്ര രസകരമായിട്ടാണ് ഭഗവത്ഗീതയിൽ ഈ സാധനം എടുത്തുദ്ധരിച്ചിരിക്കുന്നത് നോക്കൂ. അപ്പൊ ആളുകൾക്ക് കൊടുത്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഋഷികളും പിതൃക്കളും ദേവന്മാരും പക്ഷിമൃഗാദികളും അതിഥികളും ഗൃഹസ്ഥരിൽ നിന്ന് തർപ്പണം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്? അന്നം കൊടുക്കണം എന്നാ പറയുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവാത് യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. ഭഗവത്ഗീതയിലെ അടുത്ത ശ്ലോകതാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. അവിടെ പറയാണ്, അതാണ് ആലോചിച്ച് പഠിക്കുന്നതാണ്. കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. കർമ്മം ബ്രഹ്മത്തിൽ നിന്ന്, വേദത്തിൽ നിന്നുണ്ടായതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മാക്ഷര സമുദ്ഭവം. ബ്രഹ്മമാകട്ടെ അക്ഷര സമുദ്ഭവമാകുന്നു. അക്ഷരം നക്ഷരതീതി അക്ഷര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ഭഗവാനിൽ നിന്നാണ് ആ ബ്രഹ്മം അഥവാ വേദം ഉണ്ടായത്. ആരെങ്കിലും പറയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വേദം എന്നല്ല, മറിച്ച് ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ അർത്ഥത്തിലാണെന്ന് പറയുമോ എന്ന് പേടിച്ചാണ് അടുത്ത വാക്ക് ബ്രഹ്മ കഴിഞ്ഞിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മ അക്ഷര സമുദ്ഭവം, അക്ഷരത്തിൽ നിന്ന് സമുദ്ഭവിച്ചതാണ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം അക്ഷരം എന്ന് പറയുന്നത് ബ്രഹ്മ ഉത്ഭവിച്ച ഇടമാണ്. അക്ഷരം എന്ന് പറയുന്നത് വേദമല്ല. വേദം ഉത്ഭവിച്ചത് അക്ഷരത്തിൽ നിന്നാണ്. അക്ഷരം ഭഗവാൻ ഒരിക്കലും ക്ഷരം ഉണ്ടാവാത്തത്. ക്ഷരതീതി അക്ഷരം. നമുക്ക് വേണമെങ്കിൽ ഭഗവത്ഗീത ഒരു ദിവസം ഫുള്ളായിട്ട് എടുത്തു കളയാൻ കേട്ടോ, നിങ്ങൾ റെഡി ആണെങ്കിൽ. അപ്പോ ഗൃഹസ്ഥരിൽ നിന്ന് തർപ്പണം. അപ്പൊ അവർക്ക് ആകയാൽ ശാസ്ത്രജ്ഞനായ ഗൃഹസ്ഥൻ അവരോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കണം. നമ്മള് ഈ പറഞ്ഞ ഋഷിമാർക്ക്, ആചാര്യന്മാർക്ക്, അതേപോലെ പിതൃക്കൾക്ക്, അതുപോലെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? തർപ്പണമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കൊടുക്കണ്ടേ. ഞാൻ കൊടുക്കുന്നു എന്നുള്ള ഭാവത്തില് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്നത് അത്രയും നമ്മളുടെ ഊർധ്വഗതിക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് കരുതി കൊടുക്കുക. അത്രയും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇന്നലെ പഠിപ്പിച്ച ഭാഗവും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നമുക്ക് സമയം വളരെ കുറവാണ്. ഇപ്പൊ തന്നെ സമയം 6:10. അപ്പോ ശ്രദ്ധിക്കാം. ഓം അഗ്നേയ സ്വാഹ. അതിന്റെ അർത്ഥമാണ് ഞാനിപ്പോ പറയുന്നത്. അതാണ് വേഗം എഴുതിപ്പോയില്ലെങ്കിൽ നമ്മൾ തോന്നും. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് കളതരം കാണിക്കും. പറഞ്ഞ കളതരം കാണിച്ചാൽ പിന്നെ അതിനൊരു മാന്യത ഉണ്ടല്ലോ, അല്ലേ? എന്താണ് നോക്കൂ. ഓം അഗ്നേയ സ്വാഹ. അഭിമാനക്ഷതം, അഭിമാന ദോഷം ഇല്ലാതായി സങ്കല്പശക്തി നേരാവണ്ണം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആഹുതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതെ, ശ്രദ്ധിച്ചോളേ. അഭിമാന ദോഷം, അതായത് നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ദോഷമാണ് അഭിമാന ദോഷം. ഞാൻ മോശക്കാരനല്ല എന്നൊക്കെ തോന്നൽ. അപ്പൊ ഈ അഭിമാന ദോഷം, ഈ അഭിമാന ദോഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ സങ്കല്പശക്തി ഉണ്ടാവില്ല. ഈ സങ്കല്പശക്തി നല്ലതല്ല എങ്കിൽ ഫലങ്ങൾ അത്രയും. എല്ലാവരും അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, സന്ധ്യാവന്ദനം ചെയ്യുന്നുണ്ട്, ജപിക്കുന്നുണ്ട്. പലരും വന്നിട്ട് പറയും, പിന്നെയും കംപ്ലൈന്റ് പറയും. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഒരിക്കൽ പോലും പോയിട്ട് കംപ്ലൈന്റ് പറയേണ്ടി വന്നിട്ടില്ല. ഇന്നുവരെ പറയേണ്ടി വന്നിട്ടില്ല. പറയുകയില്ല. എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയാം? എനിക്ക് ഭഗവാൻ ഒരു നല്ല ഗുരുനാഥനെ തന്നു ആദ്യം. എന്നിട്ട് എടാ നിനക്ക് ഇതൊക്കെ പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് മൂപ്പറ നാവ് കൂടി ആ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു.
സമയാസമയങ്ങളിൽ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഭഗവാൻ തന്നെ ഒരു വഴി മുമ്പിലേക്ക് ഈ സങ്കല്പ ശക്തി ഉണ്ടാക്കി തരും. ആ സങ്കല്പ ശക്തി ഉണരും. അപ്പൊ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ആര് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഒരു ഗുരുവുണ്ട് ചോദിക്കാൻ. നിങ്ങൾക്കവിടെ വന്ന് ചോദിക്കാൻ ഞാനുണ്ട്. ഞാൻ ഇല്ലാതാവുന്ന ഒരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിൽ 99% ആളുകളും മറ്റൊരാൾ ദൈവത്തിനെ തേടി പോയാലും കുഴപ്പമില്ല, കാരണം അതിനൊന്നും പ്രയാസമില്ല. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് വിചാരിക്കാം, നല്ല ഉറപ്പുണ്ട് എൻ്റെ ഗുരുനാഥൻ എന്നെ രക്ഷിക്കുമെന്നാണെങ്കിൽ ഒരു പ്രയാസം വന്ന് നമ്മളിങ്ങനെ മുട്ടി നിൽക്കുമല്ലോ, ചെവിയുടെ അടുത്ത് വന്നിട്ട് ഗുരുനാഥൻ എന്ന് പറയുന്നത് കറക്റ്റ് ഓൺ ദ സ്പോട്ടിൽ ശരി. നമ്മൾ അത്ഭുതപ്പെട്ടു, എന്താ ഇത് കഥ? സാധാരണക്കാരോട് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവും, അവന് പ്രാന്താണ്. അവൻ പറയേണ്ടതറിയോ? ആചാര്യനും പ്രാന്തായി. അത് ഞാൻ അവരോടൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് തന്നെ നിങ്ങളൊക്കെ ഓരോരുത്തരും വന്ന് ചോദിക്കുമല്ലോ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മറുപടി പോലും എൻ്റെ അല്ല. ആദ്യം പറയുന്നൊരു വാചകമുണ്ട്, അത് എന്ന് പറഞ്ഞാൽ അത് ഗുരുത്വമാണ്, സങ്കല്പ ശക്തി. ആ സങ്കല്പ ശക്തിക്കാണ് ഒന്നാമത്തെ ആവശ്യം. അത് അടുക്കളയിൽ നിന്നുണ്ടാവുന്നത്. അടുക്കളയിൽ ഈ സങ്കല്പ ശക്തി ഉണ്ടായാലേ നമ്മൾ നന്നാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അടുത്തത് സോമായ സ്വാഹ. എന്നിൽ മധുരത്തിന്റെ അംശം ഉണ്ടാകട്ടെ. മാധുര്യം, അതായത് നല്ല സങ്കല്പശക്തി ഉണ്ടായിട്ടും കാര്യമില്ല, വാക്കിലൂടെ അത് പുറത്തു വരുമ്പോ അത് മധുരമായി വന്നാലൊരു കാര്യം. നമ്മൾ ഓട്ടോറിക്ഷക്കാരനെ കണ്ടു. ഓട്ടോറിക്ഷക്കാരനെ നമുക്ക് 2 തരത്തിൽ ഇടപെടാം. കഴിഞ്ഞിട്ട് ഈ 10 ലിറ്റർ അപ്പുറത്തേ നിർത്തുള്ളൂ അല്ലേ, അടികൂടാം. ഒരു വഴിയാണ്, അടികൂടാൻ ഒരു വഴിയാണ്. സങ്കല്പശക്തി അനുസരിച്ച് ഓട്ടോറിക്ഷ കിട്ടി, പക്ഷെ മധുരമില്ലാത്തത് ഓട്ടോറിക്ഷക്കാരന് അടി ഉണ്ടാക്കാനാണ് യോഗം. ഗൃഹസ്ഥ ഇഷ്യൂകളാണ് ഇതെല്ലാം. അപ്പൊ അടുത്തത് ഓം അഗ്നിശോമാഭ്യാം സ്വാഹ. അത് നിങ്ങൾ പറയും, എന്തായി അർത്ഥം? നിങ്ങൾ പറയും, സങ്കല്പവും മാധുര്യവും ചേരുന്ന ദേവതയുടെ പ്രസാദം ഉണ്ടാകട്ടെ. സങ്കല്പം പ്ലസ് മാധുര്യം. ഇനി അടുത്തത് ഓം വിശ്വേഭ്യോ ദേവേഭ്യോ സ്വാഹ. ഈ സമ്പൂർണ്ണ ജഡവിശ്വത്തിലെയും എല്ലാ ദേവതകളുടെയും എനിക്ക് അനുകൂലമാകട്ടെ. അനേകം സൂക്ഷ്മ ദേവതകൾ, അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോ പരിചയപ്പെടാൻ പറ്റും. അനേകം സൂക്ഷ്മ ദേവതകൾ പരിചയപ്പെടുക. ആ സൂക്ഷ്മ ദേവതകളെ പരിചയപ്പെടാൻ പോവാണ്. അതായത് സങ്കല്പ ശക്തിയിൽ നിന്നാണ് ഇന്നതൊക്കെ ദേവതയാണെന്ന് നമ്മൾ തിരിച്ചറിയാം. സങ്കല്പമില്ലാത്തവരിതൊന്നും മനസ്സിലാവുക. നീ കാണും സങ്കല്പ ലോകമല്ലീ ഉലകം എന്ന് ചങ്ങമ്പുഴയുടെ കവിത അങ്ങനെയൊക്കെ സ്വീകരിക്കണ്ട. സങ്കല്പ ലോകമാണ് ഈ ഉലകം. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യാഥാർത്ഥ്യങ്ങളൊക്കെ അപ്പടിയുമ്പോഴൊക്കെ ആരുടെയും പറയാറുണ്ടോ? ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു, അങ്ങനെ മോനുണ്ടല്ലോ തട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അങ്ങനെ പറയും. നമ്മൾ സങ്കല്പിക്കും ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം. സങ്കല്പിക്കും. ഇവരുള്ളവരാണെങ്കിൽ അതനുസരിച്ച് പെരുമാറും. ഇവരില്ലാത്തവരാണെങ്കിൽ എന്തും സംഭവിക്കും അല്ലേ? അപ്പോൾ സങ്കല്പ ശക്തി നേരെയായാൽ മാധുര്യത്തിന്റെ ദേവത അനുഗ്രഹിക്കണം. അതിന് 2ാമത്തെ ആഹുതി. 3ാമത്തെ ആഹുതി രണ്ടും കൂടി ചേർത്ത് നിർത്തുന്ന ഒരു ആഹുതിയാണ്. സങ്കല്പത്തെയും മാധുര്യത്തെയും ചേർത്ത് നിർത്തുന്ന ദേവത, അതൊരു ദേവതയാണ്. എന്നിട്ട് വിശ്വത്തിലെ സകല ദേവതകളും കണ്ടെത്താൻ പോവാം. നമ്മൾ ഓരോ ദേവതയും കണ്ടെത്താൻ പോവാം. ഓം ധന്വന്തരേ സ്വാഹ.
അല്ലെ? അതല്ലേ ധന്വ എന്ന് പറഞ്ഞാൽ മരുഭൂമി. ജീവിതം രോഗപൂർണമായാൽ മരുഭൂമി തുല്യമാണ്. ആണോ? പാർപ്പിടങ്ങളില്ലെങ്കിൽ നമ്മൾ മരുഭൂമിയിൽ ജീവിക്കുന്നവരെ പോലെയാണ്. പാർപ്പിടങ്ങളും അരോഗം അഥവാ രോഗമില്ലാതിരിക്കാനും നമുക്ക് ചില സൂക്ഷ്മ ദേവതകളുടെ പ്രസാദം ആവശ്യമാണ്. നമുക്കറിയാലോ, സുഖേട് വന്നു, നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിലുള്ള സ്ഥിതി എന്താ? ഒരാളെ പരിശോധിച്ചു, ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോളി, നിങ്ങളെ ഹാർട്ട് കുഴപ്പമൊന്നുമില്ല, പോയിക്കോളി, പോകുന്ന വഴി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എത്ര ആളില്ലേ? ആ സമയം ആ രോഗം കണ്ടെത്താൻ കഴിയും, അല്ലേ? ചിലർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അവിടെ 15 സെന്റ്, ഇവിടെ 2 ഏക്കറ, അപ്പുറത്ത് 4 ഏക്കറ, പക്ഷേ സ്വന്തമായി വീടില്ല, സ്വന്തമായി വീടില്ല, അങ്ങനെയുള്ളവരില്ലേ? ഇതിന് കാരണം ധന്വന്തരി എന്ന് പറയുന്ന ദേവതയുടെ പ്രസാദമില്ലായ്മയാണ്. അതുകൊണ്ട് ബലിവൈശ്വദേവ യജ്ഞത്തിൽ പ്രതിദിനം ഈ ധന്വന്തരിക്ക് എന്ത് ചെയ്യണം? ആഹുതി അർപ്പിക്കണം. പിന്നെ അടുത്തത് കുഹ്വേ സ്വാഹ. കു എന്ന് പറഞ്ഞാൽ മോശമായ, കു എന്നാൽ പ്രശംസനീയമായ. അപ്പോ മോശമായ ഭൂമിയെ നല്ല കൃഷിഭൂമിയാക്കുന്നതിന് ഒരു ദേവതയുടെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിനുള്ളതാണ് കുഹ്വയ്ക്കുള്ള, കുഹ്വ എന്ന് പറയുന്ന ദേവതയ്ക്ക് ഒരാവും. മനസ്സിലായോ? അടുത്ത അനുമത്യേ സ്വാഹ. ഈ അന്നവും ജലവും നമുക്ക് ലഭിക്കുന്നത്, ഈ അന്നവും ജലവും നമുക്ക് ലഭിക്കുന്നത് അനേകം അനേകം ശില്പ കർഷക വിദ്യാവിശാരദന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മളെ വീട്ടിൽ കിണറ്റ് കുഴിക്കുന്നവരോട് നമുക്ക് വല്ല താല്പര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, നമ്മളെ വീട്ടിൽ കിണർ കുഴിക്കുന്നവരോട് നമുക്ക് വല്ല താല്പര്യമുണ്ടോ? ചെങ്ങാനിക്കൊണ്ടു അടങ്ങിയാണ്ട് ബുദ്ധിമുട്ട് കിണർ കുഴിക്കും, ശല്യം വിചാരിച്ച് പൈസ കൊടുക്കും. അവസാനം ഒരു 4 വേനലം കഴിയുമ്പോഴേക്കും വെള്ളം എന്താ 2 വീട്ടിലത്തോളം. ഇതിനേക്കാൾ ചെറിയ കിണറാണ്, അവിടെ പണ്ട് കുഴിച്ചതാണ്, വളരെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കുഴിച്ചതാണ്, അതിനകത്ത് വെള്ളമുണ്ട്. ഇത് വളരെ താഴെയാണ്. ശാസ്ത്രീയ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളൊക്കെ വന്ന് ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടെന്ന് കണ്ടെത്തിയൊക്കെ ചെയ്തതാണ്. പക്ഷേ എന്തില്ല, വെള്ളമില്ല. എന്താ കാരണം അറിയോ? ഇവിടെ ഒരു ദേവത നിങ്ങളോട് പിണങ്ങി, അനുമതി എന്ന് പറയുന്ന ദേവത. അതിനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വീടിലെ പണിക്കാർക്ക് അനുമതി വാങ്ങിച്ചിട്ടാ വീട്ടിൽ പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിലെ എല്ലാ പണിക്കാരോടും അനുമതി വാങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആശാരിമാരെ, മറ്റുള്ളവർക്കൊക്കെ ഒരു മുണ്ടോ, അവർക്കൊരു ഉപ്പട്ട മുണ്ടോ കൊടുക്കുന്നത് ഭയങ്കര. എനിക്കൊക്കെ അങ്ങനെ എടുക്കുക, ഓരോ മുണ്ടൊക്കെ ഓരോരുത്തർ കൊണ്ടുതരാനുണ്ട്, മുട്ട് വരെ ഉണ്ടായില്ല, ഒന്ന് തിരിഞ്ഞ. ഏറ്റവും മോശമായ ഏതെന്ന് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആചാര്യന് കൊടുക്കാനാവുമ്പോ പിന്നെ അതുപോലെ എടുക്കാത്ത നോക്കും. ഇതൊക്കെ നല്ലതാ, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ എടുക്കാത്തതുകൊണ്ട് വളരെ സുഖകരമായ കാര്യം. ഞാനിതൊക്കെ ആരെടുത്തോ കൊടുക്കും. ഇവിടെ ആരെടുത്ത ഒരാളുണ്ട്, ഒരു എണ്ണി തിട്ടപ്പെടുത്തി നമ്മളത് ഓരോ സ്ഥലത്ത് എത്തിക്കേണ്ടടുത്ത് ഞങ്ങൾ എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോ അത് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി വെച്ച് നമ്മൾ അതിനെ എത്തിച്ചു. ആ കിട്ടുന്ന സാധുവാണ് ഇതുകൊണ്ട് പലരും. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. ഇപ്പൊ ഞങ്ങൾ വെച്ചാൽ ഈ 10 റുപ്യ 5 റുപ്യ ഒക്കെ ഞങ്ങൾ നേരിട്ട് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്തിട്ട് നല്ല നോട്ടാക്കി കൊടുക്കുന്ന പണിയാക്കി മാറ്റി. മനസ്സിലായോ? ഇത് വിടാനല്ല, ഗുരുവായൂർ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ നോക്കും, കംപ്ലീറ്റ് പേഴ്സും ഒക്കെ പരിശോധിച്ച് അതിനകത്ത് എടുക്കാണ്ട് 15 ആൾക്കാർ മത്സ്യം വാങ്ങുന്നവനും
കൊടുത്തിട്ട് വാങ്ങിയില്ല, ഇറച്ചിപ്പീടിയക്കാരൻ വാങ്ങിയിരുന്നാ പിന്നെ ഇത് കിടക്കട്ടെ ഗുരുവായൂർ. നിങ്ങൾ പോയി നോക്കണ്ടി, ഞാനതൊക്കെ കാണുന്നില്ല. ഞാൻ ആ ഗുരുവായൂർ പോയ അമ്പലത്തിൽ പോയി തൊഴിലേ ഇതൊക്കെ നോക്കിക്കല. ഈ ഗുരുവായൂരപ്പാന്നുള്ള വിളിയൊന്നും പുറത്തില്ല. ആ പുറത്ത് ക്യൂക്ക് നേരത്തൊന്നല്ല ഉള്ളത്. നിങ്ങൾ പുറത്ത് ക്യൂ നോക്കിയിട്ടുണ്ട്, നല്ല രസകരമാണ്. ഈ ഞായറാഴ്ചയൊക്കെ ഈ വയസ്സായ ആളുകൾ തമ്മിൽ അത്യാവശ്യം ഈയിടെയായിട്ട് ഭയങ്കര ആൾക്കാര. ചെറിയൊരു ജോലി ചെയ്യുന്ന കേട്ടാ ഇപ്പൊ പുരപ്പണി കൂടി തുടങ്ങിയോ പിന്നെ നോക്കണ്ടോ കളിപ്പ്. ഇതൊക്കെയാണ് ഗുരുവായൂരപ്പനെ പറ്റി. ആ ഡോറ് തുറക്കുന്നത്, ഡോറങ്ങോട്ട് എത്തിയ 4 ഉണ്ടലും അല്ലേ അല്ലേ? ഇന്നും അതിന്റെ മുമ്പ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? ഞാൻ സത്യമായി ഞാൻ ആ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്നതിനേക്കാൾ കാണരുത്. മനുഷ്യനെ പഠിക്കാൻ എളുപ്പമായി, അത് ഞാൻ പറയാനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് ഈ അനുമതി കിട്ടിയാലേ നമ്മുടെ വീടിന്, നമ്മുടെ വീട്ടുകാർക്ക് സുഖം ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതയാണ്. ആ ദേവതയ്ക്ക് ആഹുതി അർപ്പിക്കണം. അടുത്തത് ഓം പ്രജാപതയെ സ്വാഹ. ഇത് വളരെ പ്രധാനപ്പെട്ട ആഹുതി, ഏറ്റവും പ്രധാനപ്പെട്ട ആഹുതിയാണ്. കാരണം എന്താ വെച്ചാൽ വീട്ടുകാരും കുടുംബക്കാരും സമൂഹവും പരസ്പരം പ്രേമത്തിലിരിക്കുന്നതിന് വേണ്ടി ആ ദേവതയ്ക്കുള്ള ആഹുതി. പ്രജാപതിയാണ് എന്റെ ദേവത. മൂപ്പര് നമ്മുടെ ഉള്ളിൽ പ്രേമം വളർത്തും. എന്ത് വളർത്തും? പ്രേമം, സ്നേഹം വളർത്തും. ഉള്ളൂരിന്റെ കവിത വായിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രേമസല്ലാപം. പ്രേമ സങ്കീർത്തന, പ്രേമ സംഗീതം. അതെ, മറന്നുപോയത്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപരീശ്വരൻ അദൃശ്യനായ ആ മാഷോടല്ലേ നമ്മളെ ബാലകൃഷ്ണ മാഷ്. അതിലെന്ത് ആശ്ചര്യം അല്ലേ? അപ്പൊ എന്നാള് പിന്നെ അതേപോലെ പ്രേമമാണ് അഖിലസാരമൊഴിയിൽ കേട്ടിട്ടുണ്ടാവില്ല. ഒന്നാമതൊരാൾ പറയാതെ അങ്ങനെയല്ല, ആചാര്യൻ അറിയില്ല. അത് പ്രേമമാണ് അഖിലസാരി കൂടിയില്ല. സാരി വാങ്ങിക്കൊടുക്കുന്നതിൽ കൂടി ഉണ്ടാകുന്ന വസ്തുവിന്റെ പേരമാണ് പ്രേമമാണ് അഖിലസാരി ഒഴിയിൽ നിന്നാണ് വേണ്ടതെന്ന് ഇന്നോട് തിരുത്തി കഴിഞ്ഞു. ഇപ്പൊ പ്രജാപതയെ സ്വാഹ. ഈ സ്വാഹകളൊക്കെ അർത്ഥം അറിഞ്ഞ് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തെന്താ? ഓം യാവാപൃഥിഭ്യാം സ്വാഹ. യാവാപൃഥിഭ്യാം സ്വാഹ. ഭൂമിയിലും ആകാശത്തിനുമിടയിൽ ഭൂമിയിലും ആകാശത്തിനുമിടയിൽ ഭൂമിയിലും ആകാശത്തിനുമിടയിൽ ഭൂമിയിലും ആകാശത്തിനുമിടയിലുള്ള നമ്മെ സഹായിക്കുന്ന എല്ലാ ജീവികളുടെയും സാഹോദര്യം ലഭിക്കുന്നതിനു വേണ്ടി, സാഹോദര്യത്തിന്റെ ദേവത, അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഭൂമിയും ആകാശത്തിന്റെ ഇടയിലാണല്ലോ ഈ ജീവജാലങ്ങളെല്ലാം. ഈ ജീവജാലങ്ങളുടെ പ്രേമം നമുക്ക് കൂടെ ഉണ്ടായാലേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഫലത്തിൽ വരും. ആ കർമ്മഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഭൂമിയാണ് സ്വർഗം, വേറെ ഒരു സ്വർഗവുമില്ല. ഭൂമിയിലാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളതല്ലേ. നമുക്ക് എന്താണ് നാഗവും പണിവതു നാഗം നരകവും അതുപോലെ. അതെ, മറന്നുപോയ എന്ന് പറയുന്നത് പോലെ ആ കവിത പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് സ്വർഗം. ഈ സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഈ ജീവജാലങ്ങൾ എനിക്ക് അനുകൂലമായിരിക്കണം. ജീവജാലങ്ങൾ എനിക്ക് അനുകൂലമല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല. എന്റെ ആശയോ പ്രതീക്ഷയോ സംഗതമോ നടപ്പിലാവാൻ ഇടവരില്ല. അപ്പൊ അതെന്താന്ന് ഞാൻ പിന്നീട് പറയാം. അതേപോലെ സുഷ്ടഹൃദയ സ്വാഹ. സുഷ്ടഹൃദയ സ്വാഹ. ആഹാര നീഹാരാദികളിൽ
ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ അതില്ലാതാക്കുന്ന ദേവതയാണ് സൃഷ്ടകൃത്. ഇതൊരു ദേവതയാണ്. ചിലപ്പോൾ നമ്മൾ ആഹാരത്തിന്റെ ന്യൂനാന്യൂനങ്ങൾ നമുക്കുണ്ടാകാം, നമ്മൾ കൊടുക്കുന്നതിലും ന്യൂനാന്യൂനങ്ങൾ ഉണ്ടാവാം. അതിന് പരിഹാരാർത്ഥമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യണം, കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ മാറ്റം വരും. അങ്ങനെ 10 ആഹുതികളോടുകൂടി ബലിവൈശ്വദേവ യജ്ഞത്തിലെ 1-ാം ഭാഗം തീർത്തും കഴിഞ്ഞു. ഇനി ബലിവൈശ്വദേവ യജ്ഞത്തിലെ 2-ാം ഭാഗത്തിലുള്ള 16 ആഹുതികളെ കുറിച്ചാണ് പറയാനുള്ളത്. ഒന്നാമത്തത് ഓം സാനുഗായേന്ദ്രായ നമഃ. സാനുഗായേന്ദ്രായ നമഃ. ഭരിക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണാധിപന്റെ പ്രസാദം നമ്മിലെത്തിക്കുന്ന ദേവത. നമുക്ക് ഈ സർക്കാർ തലത്തിലൊക്കെ ഓരോ സംഗതികൾ കിട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടാനുള്ളത് കിട്ടാണ്ട് പോകുന്ന എത്രയോ ആളുകൾ. റോഡ് വൈഡനിങ്ങിന് വേണ്ടിയിട്ട് പ്ലാവ് 150 ഉറുപ്പിക എനിക്ക് കിട്ടി, അടുത്ത വീട്ടുകാർക്ക് കിട്ടിയത് 2500 ഉറുപ്പിക. അതേ അത്ര പോലും വലിപ്പമില്ലാത്ത പ്ലാവിന്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദേവതയുടെ സഹായം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പിന്നെന്താണ് അടുത്തത്? ഓം സാനുഗായ യമായ നമഃ. ന്യായാധിപന്മാരുടെ ന്യായ തീരുമാനം നമുക്ക് അനുകൂലമാക്കി തരുന്ന ദേവത. ന്യായ തീരുമാനം ഉണ്ടാകും നമ്മളിങ്ങനെ. അതാണ് ഈ സൂക്ഷ്മ ദേവതകളുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ സൂക്ഷ്മ ദേവതകള് ഇങ്ങനെ നമ്മ ചുറ്റിപ്പറ്റി ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഈ ന്യായാധിപന്റെ കൂട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ സംഗതി നമുക്ക് അനുകൂലമായി വരേണ്ടതൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളെ ആ നേരത്തെ ഒരു അപ്പിയറൻസ്, നമ്മൾ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയ കൊണ്ടൊക്കെ നമ്മളെ തന്നെ ഇഷ്ടമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ആ ന്യായാധിപനെ ചിലപ്പോൾ കൊണ്ട് ചെന്നെത്തിച്ചേക്കാം. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി സാനുഗായ യമായ നമഃ എന്ന് പറഞ്ഞ്. പിന്നെന്താണ്? ഓം സാനുഗായ വരുണായ നമഃ. നിയമപാലകരുടെ പ്രസാദം വരമായി നൽകുന്ന ദേവത. അതായത് പോലീസ് തുടങ്ങിയ ആളുകൾ അവരുടെ അവർ നമുക്ക് അനുകൂലമായി വരുന്നത് എങ്ങനെയാണ്? അതൊരു വലിയ സംഗതിയാണ്. കാരണം എന്താ വെച്ചാല് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ നിയമപാലകർ. അവരെപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് മാത്രമേ ചെയ്യൂ. അവരൊരിക്കലും വേണ്ട രീതിയിൽ കാണാൻ നമുക്ക് കഴിയില്ല. ആ സങ്കല്പ ശക്തി കൊണ്ട് തന്നെ നമുക്ക് ദോഷമുണ്ട്. ഇയാളെ കണ്ട ഉടനെ ഇയാൾ മോശക്കാരനാണെന്ന് വിചാരിക്കുന്ന ആ സങ്കല്പ ശക്തി തന്നെ നമുക്ക് ദോഷമായിട്ട് വരും. അത് അങ്ങനെ ഉണ്ടാകരുത്. ആരെയും നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. അപ്പോ അത് നമ്മുടെ ഉള്ളിലുള്ള ദേവത നമ്മളത് വളരെ എളുപ്പമായി മനസ്സിലാക്കുന്ന എളുപ്പമായി. നിങ്ങളുടെ വീടിന്റെ മുമ്പ് കൂടി ഒരാൾ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പരസ്പരം ബന്ധമൊന്നും വേണം. നിങ്ങൾ അയാളെ പറ്റി ഇങ്ങനെ വിചാരിക്കും, ഇയാൾ ശരിയല്ല, ഇയാൾ ഒരു ശത്രുവാണ്, ഇയാളെ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാല് ഒരു 5-10 ദിവസം കഴിഞ്ഞ് അയാൾ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ അയാൾ മോദിച്ചു. നമ്മളൊന്നും പറയൊന്നും വേണ്ട. There should not have any communication. Should not want. അപ്പോഴോ അടുത്തത് ഒരുപാട് പറയാനുണ്ട്. നമ്മളിത് ചുരുക്കി പറയാം. ഞങ്ങൾ കുറച്ച് ദിവസം ചെയ്തു വരും, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. ഓം സാനുഗായ സോമായ നമഃ. ഔഷധങ്ങൾ ലഭിക്കുന്നതിന്റെ സൂക്ഷ്മദേവത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മള് ഓരോ രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കാൻ പോയിട്ട് മരുന്ന് മാറിപ്പോവുക അങ്ങനെയൊക്കെ വരുന്നത് വാസ്തവത്തിൽ ഈ ദേവതകളുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഇവയ്ക്ക് അനുഗ്രഹം വേണം. അതാണ് വല്ലാത്തൊരു സംഗതിയാണ് ഈ ബലിവൈശ്വദേവ യജ്ഞങ്ങൾ. അങ്ങനെ നമ്മളെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവും. ആദ്യമൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ദേവതകൾ സമ്മതിക്കില്ല ചെയ്യാൻ. കാരണം നമ്മൾ അത്രയും
കൊടുക്കാത്തവരും സ്വാർത്ഥികളും ഒക്കെയാവും, ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ ഒരു മഹാനാവുന്നല്ലേ, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മോശക്കാരൻ ഞാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏറ്റവും മോശം ക്വാളിഫിക്കേഷൻ എല്ലാം കൂടി എഴുതി വന്നാൽ ഈ ക്ലാസ്സിൽ ഏറ്റവും മോശക്കാരൻ, ഏറ്റവും അടിയിൽ പേരിടുന്നത് എന്റെ ദേഹന്മാരാണ്. ഒന്നിനും കൊള്ളൂല, എനിക്കറിയാം. ഈശ്വരാധീനം കൊണ്ട് ഇവിടെ എത്തി, അത്ര തന്നെ, അത്ര ഞാൻ കരുതാറുള്ളൂ. അപ്പോ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെന്താ അടുത്തത് നോക്ക്. ഓ മരുഭ്യോതമ, നിങ്ങൾ നിലനിൽക്കുന്നത് രാഷ്ട്രത്തിന്റെ സൈനിക ശക്തി കൊണ്ടാണ്. രാഷ്ട്രത്തിന്റെ സൈനിക ശക്തി കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആണല്ലയോ? നിങ്ങളെ കുറച്ച് ആളുകൾക്ക് സ്നേഹമുണ്ട് അവരോട്. ഇവിടെ ഏതെങ്കിലും ഒരാൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാല് ഔദ്യോഗിക ഇതെന്നൊക്കെ പറഞ്ഞ പെട്ടിയും കിടക്കിയും ഒക്കെ ആയിട്ട് കുറെ ആളുകൾ തരികയും യാതൊരു ബന്ധവുമില്ലാത്ത സ്നേഹത്തിലോ ഹൃദയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ലാത്ത റീത്തും വെച്ച് പോകുന്നല്ലാതെ അതൊരു ദേവതയാണെന്നോ ആ ദേവത കൊണ്ടാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നതെന്നോ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. പക്ഷേ ബലിവേശ ദേവയജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദേവതയുടെ പേരാണ്. അത് ചെയ്യണം. അതായത് രാഷ്ട്രത്തിൽ നിന്ന് ആലോചിച്ചു നിങ്ങൾ ഇന്ന് എത്ര പേർ ഭാരതത്തെ കാക്കുന്ന നമ്മുടെ സൈന്യത്തെ കുറിച്ച് രാവിലെ ആലോചിച്ചു? എത്ര പേർ? എത്ര പേരാലോചിച്ചു? ഞാൻ ആലോചിച്ചു. നമ്മൾ കൈപോക്കാൻ എത്ര ആലോചിച്ചു? നമ്മൾ ആലോചിക്കുന്നില്ല. ആലോചിക്കേണ്ടതാണ്. കാരണം ഇന്ന് സുരക്ഷിതമായി ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വ്യവസ്ഥകൾ ഉള്ളതുകൊണ്ടാണ്. നോക്ക്, അതിൽ ഓരോന്നെടുത്താൽ സാനുഗായേന്ദ്രായ നമ, ഭരണാധിപന്റെ ദേവത. രണ്ടാമത് ന്യായാധിപന്റെ ദേവത സാനുഗായമായ, സാനുഗായ വരുണായ നിയമപാലകരുടെ ദേവത. അടുത്തത് അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഔഷധങ്ങൾ ലഭിക്കേണ്ട ദേവത. ആലോചിച്ചു നോക്കുക, ഭാരതത്തിലുള്ള എല്ലാ ആളുകളും രാവിലെ ഒരു മിനിറ്റെങ്കിലും ഭാരതത്തിലെ സൈനിക ശക്തിയെ കുറിച്ച് ആലോചിച്ച് അവർക്ക് വേണ്ടി ഒരു ആഹുതി അർപ്പിക്കുന്ന ഒരു ദിവസം ഭാരതത്തിൽ ഉണ്ടായാൽ അന്ന് ഈ ഭാരതത്തിന്റെ ശക്തി എവിടെയായിരിക്കും എന്ന് ആലോചിച്ചു. ആലോചിക്കാറുണ്ടോ? നമ്മളെ ഋഷി ആലോചിച്ച് വെച്ചതിനെ പറ്റി നിങ്ങളും ഞാനും ഇരുന്ന് ഇപ്പൊ ഭയങ്കര വർത്തനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ ആളുകളൊക്കെ. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെ രക്ഷിക്കുന്ന, നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന സൈനികനെ കുറിച്ചോ അവന്റെ കുടുംബത്തെ കുറിച്ചോ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നമ്മുടെ സ്വാർത്ഥത നമ്മെ അനുവദിക്കുക. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദേവത നിങ്ങളുടെ കൂടെ ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമ്മളെ കൂടെ ആ ദേവതകളൊന്നും ഇല്ലാത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ നിങ്ങൾക്ക് ആലോചിക്കി നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെ കാരണം നമ്മൾ മാത്രമാണ്. സർക്കാരിനോട് പോലും നമ്മുടെ നയമാണ് പ്രശ്നം. സർക്കാരിനോട് പോലും ഭരണാധിപനോട് പോലും നമുക്കൊരു രീതിയുണ്ട്. ഭരണാധിപനെ നമ്മൾ ഭരണാധിപനായി കാണാറില്ല. കോൺഗ്രസ്സുകാരനായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും BJP-കാരനായിട്ടും ഉള്ളതാണ് അല്ലേ? അത് ശരിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ ഭരണാധിപനാണ്. യു ഷുഡ് റെസ്പെക്ട് ഹിം. കാരണം അയാളുടെ കൂടെയാണ് ദേവതകൾ. ആണോ? ഇങ്ങനെ ചിന്തിച്ചൊരു ലോകമാണ്. അതുകൊണ്ടാണ് അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഓം അഭ്യോനമ, ജലം പ്രദാനം ചെയ്യുന്ന ദേവത, ജലാധിദേവത. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകൂലേ? വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രയാസം എന്താ? നമ്മൾ പാശ്ചാത്യത്തിൽ അനുഭവിക്കുന്നത് എന്താ? ഇവിടെ അഭ്യോനമ മുപ്പരെ ഒരു കുറവുണ്ട് ഇവിടെ. പിന്നെയോ വനസ്പതിഭ്യോ നമ, വന സംരക്ഷണത്തിന്റെ ദേവത ക്യാഹുലി. ഇവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. വനല്ലേ മഴയില്ല ഉണ്ടോ? ഒരു ഉദാത്തതയാണ് ഇതിന്റെ ഒരു ഉദാത്തതയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ ബലിവൈശ്വദേവ യജ്ഞം എന്ന് പറയുന്നതിന്റെ ഉദാത്തതയെ കുറിച്ച് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന
ബലിവൈശ്വദേവ യജ്ഞം ചെയ്യുന്നതോടെ സകല ആഗ്രഹങ്ങളും സഫലീകരിക്കും എന്ന് പറയാൻ കാരണമില്ല. വനത്തിന്റെ ദേവത നിങ്ങൾ ആലോചിച്ചത്, വനം എന്ന് പറയുന്നത് ഒരു ചെറിയ യൂണിറ്റ് അല്ല, വലിയ ഒരുപാട് വസ്തുക്കളുടെ കൂട്ടായ്മയാണ്. അപ്പോ വനം